കുറച്ച് നാളിന് ശേഷമാട്ടോ ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നത്. എന്താണ് ഭയങ്കര ചൊറിച്ചിൽ. അപ്പോൾ നമുക്കൊന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്യാം. ഫസ്റ്റ് മുഖത്ത് വരുന്നത് ഡെർമാക്കോയുടെ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഞാൻ ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടുള്ളൂ. അങ്ങേക്ക് പിടിക്കുന്നത് കണ്ടിട്ട് ആരൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഇതിൻ്റെ ആത്മാവടക്കം പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ അടുത്തത് ഉപയോഗിക്കുള്ളൂ. ഇപ്പോൾ സൺസ്ക്രീൻ മസ്റ്റ് ആണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ അതെന്തായാലും ചെയ്യും. അടുത്തത് ലിപ് ബാം ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. അടുത്തത് ലിപ് ലൈനറാണ് കേട്ടോ. അത് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. കണ്ടു, ഇഷ്ടപ്പെട്ടു, വാങ്ങി, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞ ഇതിനെ പറ്റിയിട്ടൊന്നും വലിയ ധാരണയൊന്നും ഇല്ല കേട്ടോ. ലിപ് ലൈനർ കൊണ്ടാട്ടോ മൊത്തത്തിൽ അപ്ലൈ ചെയ്യുന്നത്. അടുത്തത് കാജലാണ് കേട്ടോ. നമ്മുടെ കളർ ബാറിൻ്റെ ആണ്. പെട്ടെന്ന് പരക്കൂല, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ അതങ്ങനെ ചോദിച്ച് ഞാൻ വാങ്ങിച്ചതാ. കണ്ണിൻ്റെ അടിയിലും കണ്ണിൻ്റെ മുകളിലും ഒക്കെ വാരി തേക്കുന്നുണ്ട്. അപ്പോൾ ഐലൈനർ ഇട്ടില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. ഞാനങ്ങനെ സ്ഥിരം യൂസ് ചെയ്യണ ആളൊന്നല്ല. എനിക്ക് തോന്നിയ ഉപയോഗിക്കും മാത്രം തന്നെ. അടുത്തത് ഡാസ്ലറിൻ്റെ കോമ്പാക്റ്റ് ആണ് കേട്ടോ. ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യാറ്. പൗഡർ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ പൊട്ടിടുന്നു, കുങ്കുമം തേക്കുന്നു, അത്രയൊക്കെ തന്നെ. പിന്നെ മുടിയുടെ അവസ്ഥ പറയാതിരിക്കാൻ നല്ലത്. എങ്ങനെ കിട്ടിയാലും ഒരു മെനക്കെട്ട അവസ്ഥയിലൊക്കെ എടുക്കുള്ളൂ. ഏറ്റവും ലാസ്റ്റ് ഞാനത് പിന്നിട്ടു. മുടിക്ക് നല്ല ഉള്ളുള്ളത് കൊണ്ട് ഒന്ന് ലൂസ് അടിച്ചതാട്ടാ. ലാസ്റ്റ് ഒരു മിനുക്കുപനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും ഓരോ ഇഴ മോന്തമയ്ക്ക് വലിച്ചിടുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. എന്താണെന്നറിയില്ല. അപ്പം എന്തെന്നില്ലാത്തൊരു ഭംഗി എനിക്ക് അനുഭവപ്പെടും. ആ രണ്ട് മുടിനാരിലാണ് കേട്ടോ എൻ്റെ എല്ലാ സൗന്ദര്യവും ഒളിഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിനി പുറത്തേക്ക് പോവാം. ടാറ്റാ.